ഡോക്ടർ, നമ്മളിപ്പോൾ താഴമൺ തന്ത് കുടുംബത്തെ പറ്റി പറഞ്ഞു. അതായത് അവിടുത്തെ ആ ഒരു സ്ഥാനം വിട്ടുകൊടുക്കാതിരിക്കാൻ അവരുടെ കുടുംബത്തിലെ അടുത്ത തലമുറയെ കൂടി കൊണ്ടുവരുന്നു, അങ്ങനെ അത് പിന്തുടരുന്ന ഒരു ഇതായിട്ട് നമ്മൾ കണ്ടത്. അത് ഹിന്ദു മതത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇതേപോലെ ഇസ്ലാം മതത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നു, ഒരു കുടുംബ വാഴ്ച അവിടെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യയിൽ എങ്ങനെയും നടന്നിട്ടുണ്ടോ? ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ അത് നമുക്ക് പല ഘട്ടങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇന്ത്യയുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇസ്ലാമിനോട് അനുഭവിച്ചുണ്ടാകുന്ന ആ ഒരു സമൂഹത്തിൽ നമ്മൾ വളരെ പ്രാധാന്യത്തോട് തന്നെ കണക്കാക്കുന്ന ഒരു വിഭാഗങ്ങൾ, അല്ലെങ്കിൽ ഈ കുടുംബവാഴ്ചയോടനുബന്ധിച്ച് ജീവിച്ചു പോകുന്ന വിഭാഗങ്ങൾ ഈ ഇസ്ലാം മതത്തിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇസ്ലാം മത വിഭാഗത്തിൻ്റെ ഇടയിലുണ്ടിരുന്നു. നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് നമുക്കറിയാം മുഗൾ ഭരണാധികാരികളുടെ എല്ലാം രൂപപ്പെട്ടിട്ടുള്ള താജ്മഹലിനോടൊക്കെ അനുബന്ധിച്ച് തന്നെ പറയുന്ന ചെങ്കോട്ടകൾ, അതുപോലെ തന്നെയാണ് ഡൽഹി ജുമാ മസ്ജിദ് എന്ന് പറയുന്നത്. അപ്പോൾ ഡൽഹി ജുമാ മസ്ജിദ് എന്ന് പറയുന്നത് തലസ്ഥാന നഗരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുസ്ലിം ആരാധനാലയമാണ്. പഴയതാണത്. ഷാജഹാനാൽ സ്ഥാപിക്കപ്പെട്ടതാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് വരുന്നത്. 1656 ബന്ധപ്പെട്ടാണ് അവിടുത്തെ ആദ്യത്തെ ഗാസി, ഈ പള്ളി പണിതതിന് ശേഷം ആദ്യത്തെ ഗാസിയെ കൊണ്ടുവന്നത്. അവിടെയാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ ഷാജഹാൻ ചെയ്യുന്നത് പറയുന്നത് ആ പള്ളിയുടെ ഒരു പ്രാധാന്യം അത് എല്ലാ സമൂഹത്തിൻ്റെ ഇടയിലും ഒരു പ്രധാനപ്പെട്ട സ്ഥാനമായിട്ട് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇന്ത്യയിലുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരാളായിട്ട് അവിടെയുള്ളൊരു ഗാസിയായിട്ടുള്ള ഒരാളെയല്ല തിരഞ്ഞെടുക്കുന്നത്. അദ്ദേഹം ഈ ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാരി എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നാണ് ആൾക്കാരെ കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് അബ്ദുൽ ഖാദിർ ബുഖാരി എന്ന് പറയുന്ന ഒരു ആളെ ആദ്യത്തെ ഈ പറയുന്ന ഗാസിയായിട്ട് അല്ലെങ്കിൽ അവിടെ നിയമിക്കുകയാണ്. അപ്പോൾ ഇതിനോടനുബന്ധിച്ചാണ് പിന്നെ ജുമാ മസ്ജിദിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിന്നീട് വരുന്ന ഡൽഹി ജുമാ മസ്ജിദിനോട് ബന്ധപ്പെട്ട് വരുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട ഖാദി എന്ന് പറയുന്ന ഒരാൾ ഈ കുടുംബവാഴ്ചയോട് ബന്ധപ്പെട്ടാണ് പോകുന്നത്. അപ്പോൾ ആ കുടുംബവാഴ്ചയോട് ബന്ധപ്പെട്ട് പോകുമ്പോൾ ഇസ്ലാം മതം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇസ്ലാം മതത്തിൻ്റെ ഇടയിൽ ഏതെങ്കിലും കുടുംബവാഴ്ചയോ അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളിൽ വിശ്വാസികളുടെ ഇടയിലേക്ക് ഇത്തരം ആചാരാനുഷ്ഠാനങ്ങളുടെ തലപ്പത്തിരിക്കേണ്ട വ്യക്തികൾ എന്ന രീതിയിൽ ഏതെങ്കിലും വ്യക്തികളോ കുടുംബങ്ങളോ കടന്നു വരാൻ പാടില്ലെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ഇസ്ലാം മതത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ഏതൊരു വ്യക്തിക്കും ആ മതത്തിനെ നിയന്ത്രിക്കുന്നതോ അല്ലെങ്കിൽ നയിക്കുന്ന ഭാഗമായിട്ട് നിലനിൽക്കാൻ പറ്റും. അപ്പോൾ കുടുംബവാഴ്ചയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാഴ്ചപ്പാട് ഇസ്ലാം മതത്തിൽ നിലനിൽക്കുന്ന ഒരു വസ്തുതയുണ്ട്. അപ്പോൾ ഇതെല്ലാം നിലനിൽക്കുമ്പോഴും ഡൽഹി ജുമാ മസ്ജിദിലെ ഈ ഗാസിയെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളായിട്ട് തന്നെ ഇസ്ലാം മത സമൂഹം കണക്കാക്കുന്നുണ്ടെന്ന് മാത്രമല്ല, അത്തരം അവകാശങ്ങൾ വിട്ടുകൊടുക്കാൻ ഈ ബുഖാരി കുടുംബക്കാർ ഒരിക്കലും ശ്രമിച്ചിട്ടുമില്ല. അവർ അവരുടേതായിട്ടുള്ളൊരു പൈതൃകപരമായിട്ടുണ്ടാകുന്ന ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം 2014 അവിടെ നടക്കുന്ന പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് 13ാമത്തെ ഗാസിയാണ്. 13ാമത്തെ ഗാസിയായിട്ടുള്ള അഹമ്മദ് ബുഖാരിയുടെ മകനെ അടുത്ത തലമുറയിൽ, അതായത് ഉപഗാസിയായിട്ട് അല്ലെങ്കിൽ അടുത്ത ആളായിട്ട് നിയമിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങെന്ന് പറയുന്നതാണ് ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോലാഹലം ഉണ്ടാക്കിയൊരു സമയമാണ്. കാരണം ആ കാഴ്ചപ്പാട് പോലും അദ്ദേഹം എടുക്കുന്നത്, അതായത് അദ്ദേഹം പറഞ്ഞു വെക്കുമെന്ന് പറയുന്നത് ഇത് കുടുംബപരമായിട്ടുണ്ടാകുന്ന ഞങ്ങളുടെ ഒരു അവകാശമാണെന്നും ഇസ്ലാമിക ലോകത്ത് ഞങ്ങളുടേതായിട്ടുള്ള ഒരു അപ്രമാദിത്വമുണ്ട്, ആ അപ്രമാദിത്വത്തിലൂടെ മാത്രമേ ഞങ്ങൾ നിലനിൽക്കൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനോടനുബന്ധിച്ചുള്ള ആ ചടങ്ങിൽ ഇവിടുത്തെ കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്, അന്ന് നരേന്ദ്രമോദി എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇന്ത്യയിലെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. പക്ഷേ ഈ ചടങ്ങിനോടനുബന്ധിച്ചുണ്ടാകുന്ന കാര്യങ്ങളിൽ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയെ ഈ ചടങ്ങിൽ അദ്ദേഹം ക്ഷണിക്കുന്നില്ല. പക്ഷേ അതേസമയം പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ആയിട്ടുള്ള നവാബ് ഷെരീഫിനെ അദ്ദേഹം ആ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഇതിൻ്റെ അപ്രമാദിത്വം എന്ന് പറയുന്നത്. കാരണം ഇസ്ലാമിക ലോകം ആക്രമിക്കപ്പെടുകയാണ്, വിശ്വാസി സമൂഹം ആക്രമിക്കപ്പെടുകയാണെന്നുള്ള ചില കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സമൂഹത്തിൻ്റെതായിട്ടുള്ള, അതായത് പ്രത്യേകിച്ച് ഇസ്ലാമിക സമൂഹത്തിൻ്റെതായിട്ടുള്ള ഐക്യം മുന്നോട്ട് വെക്കുന്ന ചില ആൾക്കാർ ഇന്നും ഇസ്ലാമിക സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടേതായിട്ടുള്ള ഒരു അജയ ശക്തി എന്നുള്ള അല്ലെങ്കിൽ സ്ഥാനം മാത്രമല്ല നിർത്തി പോകുന്നത്, മറിച്ച് ഇത്തരം വിശ്വാസി സമൂഹത്തിൻ്റെതായിട്ടുള്ള അവരുടെ ഒരു സ്വാധീനം തങ്ങൾക്കൊപ്പമാണെന്നുള്ളൊരു തോന്നലിലൂടെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇങ്ങനെ പറയുമ്പോഴും ഈ ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്കെതിരെ ഉണ്ടാകുന്ന ഇത്തരം നടപടികൾ ഇവർ പറയുന്നത്, അതായത് ആ ഗാസി എന്ന് പറയും, അഹമ്മദ് ബുഖാരി എന്ന് പറയും, എന്തുകൊണ്ടാണ് നിങ്ങൾ അന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ നരേന്ദ്രമോദിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് നരേന്ദ്രമോദിയെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഇഷ്ടമല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയെല്ലാം പറയുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ടത്, ഷാജഹാനാൽ നിവർത്തിക്കപ്പെട്ടിട്ടുണ്ടാകുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങിൻ്റെ ഭാഗമായിട്ടാണ് പിൻകാലത്ത് ഇത്തരം ഗാസിമാർ അവരുടെ കുടുംബവാഴ്ചയോട് ബന്ധപ്പെട്ട് നിലനിന്ന് പോകുന്നു. അപ്പോൾ അത്തരം അധികാരങ്ങൾ എന്ന് പറയുന്നത് രാജകീയമായ ഒരു അധികാരത്തിന് തുല്യമാണ്. അതായത് ഭരണാധികാരിയായിട്ടുള്ള ഷാജഹാനാൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അവകാശം ഒരു കുടുംബവാഴ്ചയുടെ ഭാഗമായിട്ടാണ് നിർത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോഴും നമ്മൾ
മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇതിനെയെല്ലാം ചോദ്യം ചെയ്യുന്ന വിഭാഗങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് ബാബറി മസ്ജിദിന്റെ തകർച്ച ഉണ്ടാകുന്നത്. ബാബറി മസ്ജിദിന്റെ തകർച്ച ഉണ്ടാകുമ്പോൾ അന്ന് കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്, കേരളത്തിലെ ഭരണകൂടം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ കേന്ദ്ര സർക്കാരിനോട് ബന്ധപ്പെട്ട് വരുന്ന വിഭാഗങ്ങളെ എതിർക്കുമ്പോൾ ഈ പറയുന്ന പള്ളിയിലെ ഗാസിയും ഈ പറയുന്ന കോൺഗ്രസ് ഭരണകൂടത്തിനെതിരെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് കേരളത്തിലെ കോൺഗ്രസിനോടനുബന്ധിച്ചുള്ള മുസ്ലിങ്ങൾ മാത്രമാണ് ഈ ഒരു ഭരണ രീതികളെ എതിർക്കാതെ നിലനിൽക്കുന്ന വിഭാഗം എന്ന് പറയുന്നത്. അതായത് കോൺഗ്രസിനോടനുബന്ധിച്ചുണ്ടാകുന്ന ചെയ്തികളായിരുന്നു ബാബറി മസ്ജിദിന്റെ തകർച്ചയെന്ന് വിശ്വസിക്കുന്ന മുസ്ലിം സമൂഹത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് കേരളത്തിലെ കോൺഗ്രസിനോടൊപ്പം നിലനിൽക്കുന്ന മുസ്ലിം സ്വീകരിച്ച്. അന്ന് സീതി ഹാജി പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അതായത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒന്നടക്കം കോൺഗ്രസിനെ കടന്നാക്രമിക്കുമ്പോൾ ഈ പള്ളിയിലെ ഗാസിയും അവരുടേതായിട്ടുള്ള ഒരു അപ്രമാദിത്വം സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കഴിവ് പ്രകടിപ്പിച്ചുകൊണ്ട് അവർ മുസ്ലിം ലോകത്തിൻ്റെ ഒരു നേതാക്കന്മാരെന്ന് ചമഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഭരണകൂടത്തിനെതിരെ ആഞ്ഞടിക്കുമ്പോൾ സീതി ഹാജി പറയുന്നത് ആയിരക്കണക്കിന് കോഴിയെറുക്കുന്ന മുല്ലാക്കന്മാർ ഇന്ത്യയിലുണ്ട്, അതിൽ ഒരു മുല്ലാക്ക മാത്രമാണ് ഈ പറയുന്ന ഗാസി എന്നാണ് പറയുന്നത്. കാരണം ലോകത്താകട്ടെ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയുമാകട്ടെ ഇസ്ലാമിൻ്റെ അകത്ത് ഏതൊരു ഗാസിക്കും തുല്യാവകാശമാണ്. അല്ലാതെ തലസ്ഥാന നഗരിയിലെ ഒരു ഗാസി എന്ന രീതിയിൽ ഈ പറയുന്ന ബുഖാരി കുടുംബക്കാർക്ക് യാതൊരു അവകാശമില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ മുസ്ലിം ലീഗ് അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2024 സമസ്തയുടെ നേതാവായിട്ടുള്ള ഉമർ ഫൈസി ഉണ്ട്. ഉമർ ഫൈസി മുക്കം പറയുന്നത് ഈ കേരളത്തിലെ ബന്ധപ്പെട്ട് വരുന്ന മുസ്ലിം ലീഗിനോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ സുന്നി വിഭാഗങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന പള്ളികളുടെ പ്രധാനപ്പെട്ട മഹല്ലുകളുടെ കേന്ദ്രീയ സ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ സാദിഖ് അലി ശിഹാബ് തങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ തങ്ങൾ വിഭാഗങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു അപ്രമാദത്വം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് തന്നെയാണ് സമസ്തയുടെ നേതാവ് മുഷവറ അംഗമായിട്ടുള്ള ഉമർ ഫൈസി പറഞ്ഞു വെച്ചത്. അപ്പോൾ കേരളത്തിൽ പോലും ഇത്തരം ഒരു കുടുംബവാഴ്ച ഉണ്ടെന്ന് പറയുമ്പോഴും അത് പിൻകാലത്ത് ചർച്ചയ്ക്ക് എടുക്കാതെ അല്ലെങ്കിൽ പുറം ലോകത്തേക്ക് വലിയൊരു ചർച്ചയ്ക്ക് കാരണമാകാത്ത രീതിയിൽ ഒതുക്കി തീർത്തെങ്കിലും ഈ കേരളത്തിൽ പോലും ഈ ഒരു കുടുംബവാഴ്ച നിലനിൽക്കുന്നുണ്ട്. നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റുന്നത് ഈ കേരളത്തിനോടനുബന്ധിച്ചുണ്ടാകുന്ന രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഉണ്ടാകുന്ന ഒരു താല്പര്യമാണെന്നാണ് അന്ന് ഉമർ ഫൈസ് പറഞ്ഞു വെക്കുന്നത്. ആ രാഷ്ട്രീയ നേതൃത്വത്തിന് താല്പര്യം എന്ന് പറയുന്നത് കുടുംബവാഴ്ച തന്നെയാണ്. പ്രത്യേകിച്ച് തങ്ങൾ കുടുംബം എന്ന് പറയുന്ന പ്രൊഫറ്റ് മുഹമ്മദുമായി ബന്ധമുള്ളവരാണെന്ന് പറയുമ്പോൾ ആ കുടുംബക്കാർക്ക് സമൂഹം കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അപ്രമാദിത്വമുണ്ട്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളോട് ബന്ധപ്പെട്ടാണ് ഈ തങ്ങൾ കുടുംബം ഇന്നും നിലനിൽക്കുന്നതിനാണ് ഉമർ ഫൈസി പറഞ്ഞു വെച്ചത്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ അകത്തു നിന്നുള്ള ഒരു ആൾ ഡൽഹിയിലെ ജുമാ മസ്ജിദിലെ ഗാസിക്കെതിരെ പറഞ്ഞ ഒരു വികാരമുണ്ട്. ആ വികാരം ഇന്നും മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇസ്ലാം മതത്തിൻ്റെ അകത്തും ഇസ്ലാം മതം അത് പറയുന്നില്ല എങ്കിലും ഇസ്ലാം മതം നിശ്ചിതമായി അതിനെ എതിർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാം മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒരാൾക്ക് ഡൽഹി പള്ളിയിലെ അല്ലെങ്കിൽ അവിടുത്തെ ഗാസിക്കെതിരെ സംസാരിക്കാൻ പറ്റിയത്. അപ്പോഴും ആ ഒരു ആശയം ഇസ്ലാം മതത്തിൻ്റെ അകത്ത് നിലനിൽക്കുന്നുണ്ട്. എന്നിട്ട് പോലും കേരളത്തിൽ പോലും കുടുംബവാഴ്ചയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു രീതി ഇസ്ലാം മതത്തിൻ്റെ അകത്ത് നിലനിൽക്കുന്നുണ്ട്. കാലങ്ങളായി അത് അവർ അനുഭവിച്ചു പോവുകയാണ്. അത് നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള ശ്രമങ്ങളുമായിട്ട് അണികളിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഹിന്ദു മതത്തിൻ്റെ ഇടയിൽ മാത്രമല്ല, എല്ലാ മതവിഭാഗങ്ങളും വിശ്വാസികളെ നേതാക്കന്മാരായി ചമഞ്ഞുകൊണ്ട് അവരുടേതായിട്ടുള്ളൊരു കുടുംബവാഴ്ച കാഴ്ചവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇസ്ലാമിലും പ്രാവർത്തികമാണെന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്.